നമസ്കാരം. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ ക്ലാസ് KFCയുടെ ക്ലാസ്സുകളാണ് വീണ്ടും. ഇന്ന് നമ്മൾ KFC അഞ്ചാമത്തെ അധ്യായം കണ്ടിൻജന്റ് ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കണ്ടിൻജന്റ് ചാർജുകൾ പൊതുവെ ഈ ചാപ്റ്റർ ഒരു ആ, പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നൊന്നില്ല എല്ലാവർക്കും ഒരേപോലെ. അപ്പോൾ നമ്മൾ ഇതിനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. വളരെ കാര്യമായിട്ട് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിലെ ഈ കണ്ടന്റ് ഒക്കെ നമുക്ക് റെഡിയാവും. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കണ്ടന്റ് കുറച്ചുകൂടി കോൺക്രീറ്റ് ആവും. നമുക്ക് നേരിട്ട് കടക്കാം. കണ്ടിൻജന്റ് ചാർജ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഓഫീസ് നടത്തുമ്പോൾ ഏതൊരു ഓഫീസായാലും അത്യാവശ്യം വേണ്ടി വരുന്ന ഇൻസിഡന്റൽ എക്സ്പെൻസുകളാണ് ശരിക്കും കണ്ടിൻജന്റ് ചാർജുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. കണ്ടിൻജന്റ് ചാർജ് ഫർണിച്ചർ, ബുക്ക്, വാരിക, സർവീസ് പോസ്റ്റേജ്, ടെലഗ്രാം ചാർജ്, ക്ലീനിങ് ചാർജുകൾ, സ്റ്റോറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചാർജ്, പിന്നെ ഒരു ഓഫീസിൽ പൈപ്പ് പൊട്ടി, അങ്ങനത്തെ ഒരു ചാർജാണ്. എല്ലാം കണ്ടിൻജന്റ് ചാർജിൽ വരുന്നതാണ്. ആ പൈപ്പ് പൊട്ടിയപ്പോൾ നമ്മൾ അതിൻ്റെ പാർട്സ് മേടിച്ച് അത് നന്നാക്കി എടുക്കണം. ഇത്തരത്തിൽ വാടക ഉണ്ടാവും, വെള്ളക്കരം ഉണ്ടാവും, കറണ്ട് ബില്ല് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി ചാർജ്. അപ്പം ഇത്തരത്തിൽ ഒരു ഓഫീസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഇൻസിഡൻ്റൽ എക്സ്പെൻസുകളാണ് മുഴുവനും. അതിനെ നമുക്ക് ഈ കണ്ടിൻജന്റ് ചാർജിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ കണ്ടിൻജന്റ് ചാർജുകൾ സാധാരണഗതിയിൽ ഓഫീസ് മേധാവികൾക്ക് കണ്ടിൻജന്റ് എക്സ്പെൻസിനുള്ള അനുമതി നൽകാവുന്നതാണ്. നോൺ റെക്കറിംഗ് ആയിരിക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട്. നോൺ റെക്കറിംഗ് ചെലവുകൾ, ഈ കണ്ടിൻജൻസിയിൽ വരുന്ന ചെലവുകൾ നോൺ റെക്കറിംഗ് ആയിരിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ഓഫീസ് മേധാവിമാർക്ക് കണ്ടിൻജന്റ് എക്സ്പെൻസിനുള്ള അനുമതി നൽകാവുന്നതാണ്. എന്നാൽ റെക്കറിംഗ് ചാർജ് ആണെങ്കിൽ അതിന് ശരിക്കും ഗവൺമെന്റ് അനുമതി ആവശ്യമാണ്. എന്നാൽ ഇവിടെ ഗവൺമെന്റ് ചിലത് കാര്യങ്ങൾക്ക് ഓഫീസ് മേധാവികൾക്ക് ചെലവ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിന് പാടില്ല എന്നുള്ളതിന് ചില ഒഴിവുകളുണ്ട്. അതായത് മുനിസിപ്പൽ അഥവാ മറ്റേതെങ്കിലും ലോക്കൽ ടാക്സിന്റെ പേയ്മെന്റ് അടയ്ക്കാൻ ഓഫീസ് മേധാവിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസർമാർക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ജീവനക്കാരെ നിയമിക്കുന്നതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേയ്മെന്റുകൾക്കൊക്കെ ഓഫീസ് മേധാവിക്ക് അനുമതി നൽകാം. മറ്റൊരു കാര്യം, കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിൽ നൽകേണ്ട ലൈസൻസ് ഫീ അത് നൽകാൻ ഓഫീസ് മേധാവിക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രധാനമായിട്ടുള്ള ഒഴിവാക്കലുകൾ അല്ല അനുമതി. സാധാരണഗതിയിൽ റെക്കറിംഗ് ചാർജിന് ഗവൺമെന്റ് ചെലവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അനുമതി വേണം. അപ്പൊ എന്നാൽ ചില വ്യവസ്ഥകൾക്ക് നോൺ റെക്കറിംഗ് ആയിരിക്കണമെന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഓഫീസ് മേധാവികൾക്ക് കണ്ടിൻജന്റ് എക്സ്പെൻസിനുള്ള അനുമതി നൽകാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അനുമതി നൽകാവുന്ന അനുമതി പിന്നെ ഉള്ള കാര്യത്തിൽ റെക്കറിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇളവ് ഇത്തരം കാര്യങ്ങൾക്കാണ്. മുനിസിപ്പൽ അഥവാ മറ്റേതെങ്കിലും ലോക്കൽ ടാക്സിന്റെ പേയ്മെന്റ് ഓഫീസ് മേധാവിക്ക് നേരിട്ട് അടയ്ക്കാം. അടിയന്തര ഘട്ടങ്ങളിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള മെഡിക്കൽ ഓഫീസർമാർക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ജീവനക്കാരെ വയ്ക്കാം. അപ്പോൾ ഡെയിലി വേജ് പിന്നെ മെഡിക്കൽ ഘട്ടത്തിലാണ് മെഡിക്കൽ ഓഫീസർമാർക്കാണ് ഡെയിലി വേജ് ആയിട്ട് ജീവനക്കാരെ വെക്കാം. ആ പേയ്മെന്റും ഓഫീസ് മേധാവിക്ക് അനുമതി നൽകാവുന്നതാണ്. ഇനി ഗവൺമെന്റ് ജീവനക്കാരെ സംബന്ധിച്ച് ജീവനക്കാരോടുള്ള ഒരു ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ജീവനക്കാര് തങ്ങളുടെ ശമ്പളം, ലീവ്, സ്ഥലം മാറ്റം മുതങ്ങിയ സംബന്ധിച്ച വ്യക്തിഗത കാര്യങ്ങൾ, അത് തീർച്ചും വ്യക്തിഗത കാര്യങ്ങളാണ്, സ്റ്റേറ്റിന്റെ ചെലവിൽ കത്തിടപാടുകൾ നടത്തുന്നതിന് അവകാശമില്ല. അപ്പോൾ അത് പേഴ്സണൽ ചെലവിൽ തന്നെ നടത്തണം. ഒഫീഷ്യലായിട്ട് കത്തിടപാടുകൾ ആ രീതിയിൽ, അതായത് ശമ്പളം, സ്ഥലം മാറ്റം, ലീവ്, ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് ഈ സ്റ്റേറ്റിന്റെ ചെലവിൽ
പിന്നെ കത്തിടപാടുകൾ നടത്താൻ വേണ്ടി അവകാശമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കണ്ടിൻജന്റ് ചാർജുകൾ ഒരു സാമ്പത്തിക വർഷത്തിൽ നിർണയിച്ചിട്ടുള്ള പരമാവധിയേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും ചെലവഴിക്കാൻ പാടുള്ളതല്ല. അതായത് കണ്ടിൻജന്റ് ചാർജ് ഓരോ ഓഫീസിനും പരമാവധി എത്ര ചെലവഴിക്കാം എന്ന വ്യവസ്ഥയുണ്ട്. ആ അത് അത് ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. അത്തരത്തില് ഒരു സാമ്പത്തിക വർഷത്തിൽ നിർണയിച്ചിട്ടുള്ള പരമാവധിയേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും ചെലവഴിക്കാൻ പാടുള്ളതല്ല. ഇനി നമ്മൾ ഈ കണ്ടിൻജന്റ് ചാർജുകൾ ഒരു ഓഫീസ്, ഞാൻ പറഞ്ഞു ഓഫീസിലെ ഏതൊരു ഓഫീസിലെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഓഫീസുകളിലെ കുറേ ഓഫീസുകളിലെ ഇൻസിഡന്റൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെലവുകളെയാണ് നമ്മൾ കണ്ടിൻജന്റ് ചെലവുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തില് പിന്നെ ഡിപ്പാർട്ട്മെന്റ് നൽകാറുണ്ട്. ഒന്ന് പെർമനന്റ് അഡ്വാൻസ് എന്നുള്ള വിഭാഗത്തിൽ. അപ്പോൾ ആ പെർമനന്റ് അഡ്വാൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്തിനാണ് ഒരു പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് കണ്ടിൻജന്റ് ചാർജിലേക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകുന്നത്? അപ്പൊ ഇത്തരത്തിലുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റുകൾക്ക് പെർമനന്റ് സ്ഥിരമായിട്ടൊരു ഫിക്സഡ് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് നൽകുന്നു, മുൻകൂറായിട്ട് നൽകുന്നു. അപ്പൊ അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത ചെലവ് വന്നു ചേരുമ്പോൾ ട്രഷറികളിൽ നിന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പണം പിൻവലിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളും കാലതാമസവും വരും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് ജീവനക്കാരന് അത്യാവശ്യമായിട്ട് ബില്ലുകൾ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ പണം വിതരണം ചെയ്യുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. എത്ര തുകയാണോ അത്യാവശ്യമുള്ളത് അത്രയും തുക മാത്രമേ ഈ രീതിയിലൂടെ നൽകുകയുള്ളൂ. അപ്പൊ മുൻകൂർ അഡ്വാൻസ് അത് സ്ഥിരമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിന് മുൻകൂറായിട്ട് ഇത്തരത്തില് അത്യാവശ്യ ഘട്ടങ്ങളിൽ അപ്രതീക്ഷിത ചെലവ് വന്നു ചേരുമ്പോൾ, ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഘട്ടം വന്നു, ഒരു അപ്രതീക്ഷിത ചെലവ് വന്നു ചേർന്നു. ആ ചെലവ് വന്നു ചേരുമ്പോൾ അവിടെ പണമില്ലെങ്കിൽ ആ കാര്യം നടക്കാതെ വരും. അപ്പൊ പണമല്ല പ്രശ്നം, കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പണം നേരിട്ട് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നടത്തുമ്പോൾ ആരെങ്കിലും പണം ചെലവഴിച്ച് ആ ബില്ലുകളൊക്കെ റെഡിയാക്കി ആ ബില്ലുകൾ വെച്ച് ട്രഷറിയിൽ കണ്ടിൻജന്റ് ബില്ല് സമർപ്പിച്ച് പണം വാങ്ങുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. ഒന്നുകിൽ ആ പണം മുൻകൂറായി മുടക്കാൻ ആരും ഇല്ലെങ്കിൽ അതും പ്രശ്നമാണ്, ആ കാര്യം അവിടെ നടക്കാതെ വരും. അതേ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻസ് മുൻകൂർ തുക ഓരോ ഡിപ്പാർട്ട്മെന്റിനും പെർമനന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ കാര്യം ആ ഓഫീസിൽ ഉണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ചെലവ്, അത്യാവശ്യ ഘട്ടത്തിൽ വരുന്ന ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അത് ട്രഷറിയിലെ ബില്ലുകൾ ഒരു കാര്യം, നമ്മളൊരു ബില്ല് സമർപ്പിക്കുന്ന കണ്ടിൻജന്റ് ബില്ല് സമർപ്പിക്കുന്നത് ട്രഷറിയിൽ എപ്പോഴാണ്? കണ്ടിൻജന്റ് ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കുന്നത് സാധാരണഗതിയിൽ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം നടന്നു, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ സംഘടിപ്പിച്ച്, ബില്ലുകളോ വൗച്ചറുകളോ സംഘടിപ്പിച്ചു, ആ ബില്ലുകളും വൗച്ചറുകളും ഒക്കെ വെച്ച് ട്രഷറിയിലേക്ക് നൽകേണ്ട ബില്ലുകൾ തയ്യാറാക്കി, ചിലപ്പോൾ അത് കൗണ്ടർ സൈൻ ചെയ്യുന്നതായിരിക്കും. ഒരു ഹയർ ഓഫീസർ ഈ കണ്ടിൻജന്റ് ബില്ല് കൗണ്ടർ സൈൻ ചെയ്യേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ബില്ല് ട്രഷറിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ ബില്ല് ട്രഷറിയിൽ കൊണ്ടുപോയി കൊടുത്താൽ ട്രഷറി ഓഫീസർ അത് അതിൻ്റെ അഡ്മിസിബിലിറ്റി നോക്കിയിട്ട് പാസ്സാക്കി നമുക്ക് ഓഫീസിലേക്ക് പണം തരിക ചെയ്യാം. അപ്പോൾ അങ്ങനെ പണം തരുന്ന ഒരു പ്രോസസ്സ് നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ ഈ കാര്യം അതെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് അപ്രതീക്ഷിത കാര്യങ്ങളൊന്നും നടക്കാതെ വരും. അതുകൊണ്ടാണ് മുൻകൂറായി ഇത്തരത്തിൽ പെർമനന്റ് അഡ്വാൻസുകൾ നൽകുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാം, ഈ ഓഫീസിലുള്ള ജീവനക്കാർക്ക് ഈ പണം മുൻകൂറായിട്ട് മുടക്കിയിട്ട് ബില്ലുകൾ സമർപ്പിച്ചാൽ പോരെ എന്ന്. അങ്ങനെ മുൻകൂറായി മുടക്കി ബില്ലുകൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഓഫീസർമാരും അത്തരത്തിൽ പണം മുൻകൂറായി മുടക്കാൻ തയ്യാറായി എന്ന് വരില്ല ഒന്നുകിൽ. അല്ലെങ്കിൽ ആ ഓഫീസർമാരുടെ കയ്യിൽ തൽക്കാലം മുൻകൂർ എടുക്കാൻ പണം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ത് വരും? ഈ കണ്ടിൻജൻസി ചെലവുകൾ, ആ കാര്യങ്ങൾ അവിടെ
അപ്രതീക്ഷിത ചെലവെന്ന് പറയുന്ന ആ പ്രക്രിയ ആ ഓഫീസിൽ നടക്കാതെ വരും. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഒരു സിസ്റ്റം, പെർമനന്റ് അഡ്വാൻസ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഈ പെർമനന്റ് അഡ്വാൻസ് നിർണയിക്കുന്നതും അനുവദിക്കുന്നതും ഗവൺമെന്റാ. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു വകുപ്പ് മേധാവിയുടെ പെർമനന്റ് അഡ്വാൻസ്, വകുപ്പ് മേധാവിക്കാണ് ഇത് അതുവഴിയാണല്ലോ താഴേക്ക് എത്തുന്നത്. അത് നിർണയിക്കുന്നതും അനുവദിക്കുന്നതും ഗവൺമെന്റ് ആണ്. അപ്പോൾ ഓരോ വകുപ്പിനും മേധാവിക്കും എത്ര രൂപ പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതും അത് വിതരണം ചെയ്യുന്നതും ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ഗവൺമെന്റ് നിർദ്ദേശിക്കാത്ത പക്ഷം അക്കൗണ്ടന്റ് ജനറലിന് യുക്തമായിട്ടുള്ള തുകയിൽ ഒരു തീരുമാനിക്കുന്ന യുക്തമെന്ന് തോന്നുന്ന ഒരു തുക AG തീരുമാനിക്കും. ആ തുകയിൽ കവിയാത്ത ഒരു തുക ഒരു ഡിപ്പാർട്ട്മെന്റ് തലവിന് തന്റെ കീഴ് ജീവനക്കാരന് പെർമനന്റ് അഡ്വാൻസ് ആയി നൽകാവുന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലവൻ തന്റെ കീഴ് ജീവനക്കാരന് ഒരു ഫിക്സഡ് തുക, അത് AG തീരുമാനിക്കുന്ന ഒരു തുക പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് താഴോട്ട് നൽകാവുന്നതാണ്. ഇനി ഏതൊരു പെർമനന്റ് അഡ്വാൻസും അനാവശ്യമായിട്ട് അനുവദിക്കാൻ പാടില്ല. ഓഫീസ് തലവന്റെ ഉപയോഗത്തിനായി സാങ്ഷൻ ചെയ്തിട്ടുള്ള പെർമനന്റ് അഡ്വാൻസ് തന്റെ കീഴിലുള്ള എല്ലാ ബ്രാഞ്ചിലെയും കൂടി ആവശ്യങ്ങൾക്കായി പരിഗണിച്ചതായിരിക്കണം. അതായത് നമ്മളൊരു പെർമനന്റ് അഡ്വാൻസ് ഒരു ഓഫീസ് തലവന് അനുവദിച്ചു. ഓഫീസ് തലവന് അനുവദിച്ചു എന്ന് പറയുമ്പോൾ ആ ഓഫീസിൽ തൻ്റെ കീഴിലുള്ള അവിടെ എല്ലാ ബ്രാഞ്ചിലേക്കും, ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചുകളിലെ എല്ലാത്തിലേക്കും പിന്നെ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് പരിഗണിക്കേണ്ടതാണ്. മൊത്തത്തിലാണ്, അത് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് മാത്രം കൊടുത്തിരിക്കുന്നതല്ല. ആ എല്ലാ ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ഇൻസിഡൻ്റൽ ആയിട്ടുള്ള ചാർജുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ചാർജുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ പെർമനന്റ് അഡ്വാൻസ് സൂക്ഷിക്കുന്ന ഒരു കൈവശക്കാരനുണ്ട്, കൈവശം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അത് അദ്ദേഹം ഏത് സമയത്തും മുഴുവൻ തുകയും വൗച്ചറായോ പണമായോ ഹാജരാക്കുന്നതിന് തയ്യാറായിരിക്കേണ്ടതാണ്. അതായത് ഒരു പെർമനന്റ് അഡ്വാൻസിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഒരു 5000 രൂപ പെർമനന്റ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അത് അദ്ദേഹം 1500 രൂപ ചെലവ് ചെയ്തു, ബില്ലുകളുണ്ട്. ബാക്കി 3500 രൂപ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് ചോദിച്ചാലും ഈ 1500ന്റെ ബില്ലും 3500 ക്യാഷ് ആയിട്ടും അദ്ദേഹം കൊണ്ട് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടിജൻസിയുടെ അഡ്വാൻസ് കിട്ടി, പെർമനന്റ് അഡ്വാൻസ് കുറച്ച് സംഖ്യ കിട്ടി, അത് ഈ ജീവനക്കാരന് ഒരു തിരിക്കാനൊന്നും പറ്റില്ല. അതെപ്പോഴും ഒരു ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് ബാക്കി കാണണം, അല്ലെങ്കിൽ ചെലവഴിച്ചതിന്റെ ബാക്കി വൗച്ചറും ഉണ്ടായിരിക്കണം. ഇനി എല്ലാ വർഷവും ഏപ്രിൽ 15-ാം തീയതിയിലും ബന്ധപ്പെട്ട തസ്തികയിലെ ചാർജ് ലഭിക്കുമ്പോഴോ അഡ്വാൻസ് തുക അനുവദിക്കുമ്പോഴോ അങ്ങനെയുള്ള പെർമനന്റ് തുക സംബന്ധിച്ച അക്കൗണ്ടന്റ് ജനറലിന് ഒരു അക്നോളജ്മെന്റ് കൊടുക്കേണ്ടതാണ്. AGക്ക് ഈ പെർമനന്റ് അഡ്വാൻസ് സംബന്ധിച്ചിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അത് എല്ലാ വർഷവും പല സാഹചര്യത്തിൽ അയക്കേണ്ടത്, ഒന്നുകിൽ എല്ലാ വർഷവും ഏപ്രിൽ 15-ാം തീയതിയിൽ, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഒരു തസ്തികയിലെ ചാർജ് ഒരു ഓഫീസർക്ക് ലഭിക്കുന്ന സമയത്ത്, ഇനി അതും അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് തുക അവിടെ ആ ഓഫീസിലേക്ക് അനുവദിക്കുന്ന സമയത്ത്, ഈ 3 സാഹചര്യങ്ങളിലും AGക്ക് ഒരു അക്നോളജ്മെന്റ്, ഇത് ലഭിച്ചു എന്നുള്ള ഒരു അക്നോളജ്മെന്റ് സമർപ്പിക്കേണ്ടതാണ്. ഇനി സ്വന്തം ശമ്പളം എഴുതി വാങ്ങുന്ന എല്ലാ ഓഫീസർമാരും, അതായത് അവർക്ക് നമ്മൾ സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ് എന്ന് പറയും. ആ സെൽഫ് ഡ്രോയിങ് ഓഫീസർമാരെല്ലാവരും തൊട്ടു മുൻ വർഷത്തെ മാർച്ച് 31 വരെയുള്ള പെർമനന്റ് അഡ്വാൻസുകളെ സംബന്ധിച്ച അക്നോളജ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചിട്ടുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ബില്ലിനോടൊപ്പം നൽകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡ്രോയിങ് ഓഫീസർ തൻ്റെ ബില്ല് സമർപ്പിക്കുമ്പോൾ, മാർച്ച് 31-ന് ശേഷമുള്ള ബില്ല് സമർപ്പിക്കുമ്പോൾ ആ ബില്ലിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതണം. ആ സർട്ടിഫിക്കറ്റ് എഴുതേണ്ടത് സർട്ടിഫൈഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട്, കാര്യം എന്താണ്, അക്നോളജ്മെന്റ്
regarding or acknowledgement in respect of permanent advance has been sent to the AG എന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ അടുത്ത ബില്ല് സമർപ്പിക്കുമ്പോൾ മാർച്ച് 31 ശേഷമുള്ള ബില്ല് സമർപ്പിക്കുമ്പോൾ എന്ത് അക്നോളജ്മെന്റാണ് നൽകേണ്ടത്? അതിൽ സർട്ടിഫിക്കറ്റ് ബില്ലിൽ ഈ സർട്ടിഫിക്കറ്റ് ബില്ലിൽ എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റ് ബില്ലിൽ എഴുതേണ്ട സർട്ടിഫിക്കറ്റ് ഇതാണ്. ഞാൻ പിന്നെ പെർമനന്റ് അഡ്വാൻസ് തുകയെ സംബന്ധിച്ച അക്നോളജ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചിട്ടുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ബില്ലിൽ രേഖപ്പെടുത്തണം. ബില്ലിൽ പ്രത്യേകമായിട്ട് ആ സർട്ടിഫിക്കറ്റ് എഴുതി ചേർക്കണം. അങ്ങനെ നമ്മൾ ഏതൊരു ബില്ല് സമർപ്പിക്കുമ്പോഴും ട്രഷറിയിൽ ബില്ല് സമർപ്പിക്കുമ്പോഴും കുറേ സർട്ടിഫിക്കറ്റുകൾ എഴുതാറുണ്ട് ബില്ലിൽ സർട്ടിഫൈഡ് ദാസ് ദിസ് എമൗണ്ട് ദ എമൗണ്ട് ക്ലെയിംഡ് ഇൻ ദിസ് ബിൽ ഹാസ് നോട്ട് ബീൻ ഡ്രോൺ ആൻഡ് ഡിസ്ബേഴ്സ്ഡ് പ്രീവിയസ്ലി, അതൊരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഇതിനകത്ത് HRA ക്ലെയിം ചെയ്യുന്ന ജീവനക്കാര് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഓക്യുപ്പൈ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകൾ എല്ലാ മാസവും ബില്ലുകൾ സമർപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ട്രഷറിയിൽ ബില്ലുകൾ സമർപ്പിക്കുന്ന ശമ്പള ബില്ലോ മറ്റു ബില്ലുകളോ സമർപ്പിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ഈ ബില്ലുകളിൽ എഴുതി ചേർക്കാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സെൽഫ് ഡ്രോയിങ് ഓഫീസർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് മാർച്ച് മാസത്തിന് ശേഷം സമർപ്പിക്കുന്ന ബില്ലുകളിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി ചേർക്കണം എന്നാണ്. ഓക്കെ. ഇനി പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള താൽക്കാലിക അഡ്വാൻസ് ആണ് ടെമ്പററി അഡ്വാൻസ് ഫോർ സ്പെസിഫൈഡ് പർപ്പസ്. പ്രത്യേക തരത്തിലുള്ള നമ്മൾ ഈ ചെലവുകൾ ബില്ല് എല്ലാം പറയുന്നത് ഈ ചാപ്റ്ററിൽ പറയുന്നത് മുഴുവൻ കണ്ടിൻജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് കേട്ടോ. കണ്ടിൻജന്റ് ബില്ലുകളെ പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് പ്രത്യേക ആവശ്യത്തിനുണ്ടാവും, പെർമനന്റ് അഡ്വാൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ മറ്റ് ശമ്പള ബില്ലുകളോ ഒന്നും ഈ അധ്യായത്തിൽ പറയുന്നില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. പ്രത്യേക തരത്തിലുള്ള കണ്ടിൻജൻസി ചെലവുകൾ വഹിക്കുന്നതിന് താൽക്കാലിക അഡ്വാൻസ് ആവശ്യമായിരിക്കുകയും അത് ഗവൺമെന്റിന്റെ നിലവിലുള്ള അനുമതിക്ക് പുറത്തായിരിക്കുകയും ചെയ്യുമ്പോൾ അനുമതിക്കായി ഗവൺമെന്റിന് അപേക്ഷ നൽകാം. അപ്പൊ പ്രത്യേക തരത്തിലുള്ള കണ്ടിൻജൻസി ആവശ്യമുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന് അപേക്ഷ നൽകാം. ഇത് പ്രത്യേക സ്വഭാവത്തിലുള്ള അങ്ങനെയുള്ള അവസരങ്ങളിൽ ഗവൺമെന്റ് അതിന് സാങ്ഷൻ നൽകുകയും ചെയ്യും. ഇങ്ങനെ അപേക്ഷ നൽകിയാൽ സാങ്ഷൻ നൽകുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അത്തരത്തിലുള്ള പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള താൽക്കാലിക അഡ്വാൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഒരു 2 എക്സാമ്പിൾ നമുക്ക് പറയാം. ഒന്ന്, റെയിൽവേ വാറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് നൽകുന്ന അഡ്വാൻസ്. ഇപ്പൊ റെയിൽ വാറന്റ് നമ്മൾ പറഞ്ഞിരുന്നു. റെയിൽവേ വാറന്റ് എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥരും മറ്റ് കുറ്റവാളികളെയൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോഴുള്ള ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ വാറന്റ് ആണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ബന്ധപ്പെട്ട് പോലീസിന് നൽകുന്ന അഡ്വാൻസ്, അത് പോലീസാണ് വാറന്റ് റെയിൽവേ സ്റ്റേഷനിൽ സമർപ്പിച്ചിട്ട് അവിടുന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് പോകേണ്ടത്. അപ്പോൾ പോലീസിന് നൽകുന്ന അഡ്വാൻസ്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതിലേക്കുള്ള അഡ്വാൻസ്. ഇപ്പൊ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു സ്ഥലം പ്രത്യേകമായിട്ട് 10 സെന്റ് 5 സെന്റ് ഒക്കെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക്, റോഡ് ആവശ്യങ്ങളോ മറ്റാവശ്യങ്ങൾക്കൊക്കെ ഏറ്റെടുക്കുമ്പോൾ അതിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അതിന്റെ ഓണർക്ക്. അത്തരത്തിലുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ താൽക്കാലിക അഡ്വാൻസ് ഗവൺമെന്റ് അനുവദിക്കാറുണ്ട് അതിനപേക്ഷിച്ചാൽ. ഇനി ഇങ്ങനെ കഴിയുന്നതും നേരത്തെ അഡ്വാൻസുകൾ വിശദമായ ബില്ലിന്റെയും വൗച്ചറിന്റെയും അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഇങ്ങനെ ഒരു അഡ്വാൻസ് തന്നാൽ, ടെമ്പററി അഡ്വാൻസ് തന്നാൽ, അതായത് അഡ്വാൻസ് തരിക എന്ന് പറഞ്ഞാൽ മുൻകൂറായി പണം തരികയാണ് ചെയ്യുന്നത് ഈ ആവശ്യങ്ങൾക്ക്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ബില്ലും വൗച്ചറും ഒക്കെ വെച്ച് ആ ബില്ല് സെറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ അഡ്വാൻസ് നമ്മൾ വെറുതെ വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിരുന്നാൽ പോരാ, ആ കാര്യങ്ങൾ നടത്തിയിട്ട് അത് ഒരു ബില്ലും വൗച്ചറും ഒക്കെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യണം. 3 മാസത്തെ സമയപരിധിക്കുള്ളിൽ അന്തിമ ബില്ല് സമർപ്പിക്കണമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട്. അപ്പൊ ഇത് പൈസ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അന്തിമ ബില്ലുകൾ, ഇപ്പോൾ 10 ലക്ഷം രൂപ കിട്ടി, 10 ലക്ഷം രൂപ എങ്ങനെ ചെലവഴിച്ചു എന്ന കാര്യത്തിൽ നമ്മൾ ബില്ലുകളും വൗച്ചറുകളും ഒക്കെ സംഘടിപ്പിച്ച് നമ്മൾ റെസീറ്റുകൾ ഒക്കെ സംഘടിപ്പിച്ചതിന് ശേഷം അത് ഒരു ബില്ലാക്കിയിട്ട് ഇവിടെ സമർപ്പിക്കേണ്ടതാണ്.
മുൻകൂർ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലാതിരിക്കുകയും കൃത്യസമയത്ത് തന്നെ അഡ്ജസ്റ്റ്മെന്റ് ബില്ല് സമർപ്പിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് പിൻവലിച്ച തീയതി മുതൽ റീഫണ്ട് ചെയ്ത തീയതി വരെയുള്ള കാലാവധിക്ക് ഉപയോഗിക്കാത്ത ഭാഗത്തിന് 18% പലിശ ചുമത്തുന്നതാണ്. അപ്പൊ നമ്മളൊരു പിന്നെ എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. പക്ഷേ 10 ലക്ഷം രൂപ ചെലവാക്കി 3 മാസം എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഇത് നമ്മൾ 9 ലക്ഷം രൂപയുടെ ബില്ലുകളെല്ലാം സമർപ്പിച്ചു. ബാക്കി 1 ലക്ഷം രൂപ പണമായിട്ടും കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ 1 ലക്ഷം രൂപയ്ക്ക് ഈ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നയാള് ഉദ്യോഗസ്ഥൻ 18% പലിശ നൽകണം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ സർക്കാർ പണം എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുകയും അതിന്റെ ബില്ലുകൾ സമർപ്പിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം സർക്കാർ പണം വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് 18% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അത്യാവശ്യമെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഓഫീസ് മേധാവിക്ക് ടൂർ കാലാവധിയിൽ ചെലവാകുന്ന കണ്ടിൻജന്റ് ചാർജുകൾക്കായി തനിക്കോ തന്റെ ഏതെങ്കിലും അസിസ്റ്റന്റിനോ വേണ്ടി ഒരു അഡ്വാൻസ് സാങ്ഷൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യമെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ഓഫീസ് മേധാവിക്ക് തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന ഒരു ചെലവിന് വേണ്ടിയിട്ട് കണ്ടിൻജന്റ് ചാർജിന്റെ സാങ്ഷൻ ചെയ്യാവുന്നതാണ് പറയുന്നത്. ഇത് കറക്റ്റ് എക്സ്പെൻസ് എത്രയാണോ അത് മാത്രമേ സാങ്ഷൻ ചെയ്യാവൂ. ഇപ്പൊ ടൂർ പോകുന്ന തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ ടീമിന്, ടൂർ എന്ന് പറഞ്ഞാൽ ഓഫീസ് ആവശ്യങ്ങൾക്കുള്ള ടൂർ ആയിരിക്കും കേട്ടോ, അല്ലാതെ നമ്മളെ പ്രൈവറ്റ് ടൂർ എന്ന് കേൾക്കുമ്പോൾ പ്രൈവറ്റ് ടൂർ അല്ല, നമ്മൾ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ടുള്ള ടൂർ. അതിനു വേണ്ടിയിട്ട് ഒരു കണ്ടിൻജന്റ് ചാർജ് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ അത് ഓഫീസ് മേധാവിക്ക് അനുവദിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ നീണ്ട യാത്ര നടത്തുമ്പോൾ ഇന്ധന ചെലവുകൾക്കായി ഇത്തരം അഡ്വാൻസ് കൊടുക്കാവുന്നതാണ്. അതിൽ നമ്മൾ അങ്ങനെ വലിയ ലോങ് ആയിട്ടുള്ള ഒരാവശ്യത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനം പോകുമ്പോൾ എണ്ണയടിക്കാൻ വേണ്ടി പണം കൊടുക്കാവുന്നതാണ്, സാങ്ഷൻ ചെയ്യാവുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി കണ്ടിൻജന്റ് ചാർജുകളെ മേലപ്പ് വെച്ച കണ്ടിൻജന്റുകളൊന്നും മേലപ്പ് വയ്ക്കാത്ത കണ്ടിൻജൻസികളൊന്നും രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. രണ്ട് തരത്തിൽ ഇതിനെ തരംതിരിക്കാവുന്നതാണ്. അത് ഒന്ന് മേലപ്പ് പേയ്മെന്റിന് മുമ്പ് മേലപ്പ് ആവശ്യമുള്ളവയെന്നും, അതായത് അത്തരം പേയ്മെന്റിന് മുമ്പ് മേലപ്പ് ആവശ്യമുണ്ടെങ്കിൽ ബില്ലുകളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം കൗണ്ടർ സൈൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഈ ബില്ല് സമർപ്പിച്ച് അയാൾ ഇത് വെരിഫൈ ചെയ്ത് ഓക്കെ എന്ന് കണ്ടാൽ അയാൾ ആ ബില്ലിൽ കൗണ്ടർ സിഗ്നേച്ചർ ഇടും, മേലൊപ്പ് ഇടും. അതാണ് മേലൊപ്പ് എന്ന് പറയുന്നത്, കൗണ്ടർ സിഗ്നേച്ചർ. ആ കൗണ്ടർ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇത് ട്രഷറിയിൽ കൊടുത്തിട്ട് പണമാക്കി മാറ്റുന്നത്. ഇനി അങ്ങനെ അല്ലാത്തത് പേയ്മെന്റിന് ശേഷം മേലപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള ചില ടൈപ്പുകളുണ്ട്, അത് മതി. അതൊക്കെ അത്തരത്തിൽ കൗണ്ടർ സൈൻ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ബില്ലുകൾ കൺട്രോളിംഗ് അധികാരിയുടെ മുമ്പാകെ വിശദമായ സ്ക്രൂട്ടിനിക്കും മേലൊപ്പിനുമായി സമർപ്പിക്കുന്നതിനാൽ ട്രഷറിയിൽ സമർപ്പിക്കുന്ന അബ്സ്ട്രാക്ട് ബില്ലുകളിൽ ചാർജുകളുടെ വിശദാംശങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തേണ്ടതില്ല. നമ്മൾ പണം വാങ്ങിയതിന് ശേഷം കൺട്രോളിംഗ് അധികാരിയുടെ മുമ്പിൽ ബില്ലുകൾ സാധാരണ പോലെ പിന്നെ കൗണ്ടർ സൈൻ ചെയ്യാൻ വേണ്ടി സമർപ്പിക്കേണ്ടതാണ്. ഇനി ഡ്രോയിങ് ഓഫീസർ എല്ലാ സബ് വൗച്ചറുകളും അവരുടെ ഓഫീസിൽ സൂക്ഷിക്കുന്നതായാലും ഓഡിറ്റ് ഓഫീസിലേക്ക് അയച്ചതായാലും ക്യാൻസൽ ചെയ്യേണ്ടതാണ്. ഈ കണ്ടിൻജന്റ് ചാർജുകളുമായി ബന്ധപ്പെട്ട സബ് വൗച്ചറുകൾ, ബില്ലുകൾ ഇവയൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ഒരു ബില്ല്, ഒരു ക്യാഷ് ബില്ല്, ഇപ്പം ഒരു മെഡിക്കൽ റീംബേഴ്സിൽ ഒരു ബില്ല് കൊണ്ടുവന്നു, മെഡിക്കൽ റീംബേഴ്സ്മെന്റ് സമർപ്പിച്ചു. അപ്പോൾ ആ ബില്ലുകൾ, മരുന്നുകളുടെ പേര്, അതിന്റെ തുക ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ക്യാഷ് ബില്ലിൽ. ആ ക്യാഷ് ബില്ല് നമ്മൾ ട്രഷറിയിലൊക്കെ സമർപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ക്രോസ് ആയിട്ട് ക്യാൻസൽഡ് എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ ഒരു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്, ഒരു ഉദ്യോഗസ്ഥന് ഒരു ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ആ വെക്കേഷൻ സ്റ്റാഫ് ആയിരുന്നു, അയാൾക്ക് ആ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത്രയും ദിവസത്തെ ഏൺ ലീവ് കിട്ടും. ആ ഏൺ ലീവ് പിന്നെ അദ്ദേഹത്തിന് സറണ്ടർ ചെയ്യാൻ വേണ്ടി കഴിയും.
അത്തരത്തിലുള്ള ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ അതിൽ നമ്മൾ ഈ കാര്യം സാധാരണഗതിയിൽ നോട്ടഡ് ഇൻ ദ SB എന്ന് പറഞ്ഞിട്ട്, അതായത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഡ്യൂട്ടിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിന്റെ മുകളിൽ ആ കാര്യം എഴുതി ഡ്രോയിങ് ഓഫീസർ ഒപ്പിടും. അപ്പൊ ബില്ലുകളും വൗച്ചറുകളും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും ഒക്കെ വീണ്ടും നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ എൻട്രികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ടിജന്റ് ചാർജുകളെ അവ ഏതു മാസമാണ് ട്രഷറിയിൽ നിന്ന് വിതരണം ചെയ്തത് ആ മാസത്തെ ചാർജുകളായിട്ടാണ് അക്കൗണ്ടിൽ പരിഗണിക്കേണ്ടത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം. ഇനി ഏത് തരം കണ്ടിൻജൻസി ആയാലും, അത് മേലപ്പൂ ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും ശരി, കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും ശരി, ഓരോ കൗണ്ടർ കണ്ടിൻജന്റ് ചെലവുകളും റെക്കോർഡ് ചെയ്യുന്നതിന് എല്ലാ ഓഫീസിലും കണ്ടിൻജന്റ് രജിസ്റ്റർ സൂക്ഷിക്കണം. ആ കണ്ടിൻജന്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഫോറം 10-ലാണ്. ഫോറം 10 KFCയെ സംബന്ധിച്ചിടത്തോളം ഫോറം 10 എന്ന് പറയുന്നത് കണ്ടിൻജന്റ് രജിസ്റ്ററിന്റെ ഫോർമാറ്റാണ്. ഇനി റക്കറിംഗ് ചാർജുകൾ സൂചിപ്പിക്കുന്നതിനേക്കായിട്ട് ഒരു രജിസ്റ്റർ വേറെ സൂക്ഷിക്കണം. റക്കറിംഗ് ചാർജുകളാണ് എങ്കിൽ അത് ഫോറം നമ്പർ 10A-യിലാണ് സൂക്ഷിക്കേണ്ടത്. കണ്ടിൻജന്റ് രജിസ്റ്റർ വെറുതെ ആണെങ്കിൽ ഫോറം 10-ഉം, പിന്നെ റക്കറിംഗ് ചാർജുകൾ സൂചിപ്പിക്കുന്നതിനാണെങ്കിൽ ഫോറം 10A-യിലുമാണ് നമ്മൾ ഇത് സൂചിപ്പിക്കേണ്ടത്. ഇനി കണ്ടിൻജൻസിക്ക് കീഴിൽ പേയ്മെന്റ് നടത്തുമ്പോഴെല്ലാം കാഷ്യർ കണ്ടിൻജന്റ് രജിസ്റ്ററിൽ തീയതി, പണം, ആർക്കാണ് നൽകിയ തുക എത്രയാണ്, വൗച്ചർ നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഒരു കണ്ടിൻജൻസിയുടെ കീഴിലാണ് പണം നൽകുന്നതെങ്കിൽ, അതായത് കണ്ടിൻജൻസിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഒരു കാഷ്യർ പണം നൽകുമ്പോൾ ആ ഓഫീസിലുള്ള കണ്ടിൻജന്റ് രജിസ്റ്ററിൽ അത് ബന്ധപ്പെട്ട പണം നൽകിയ തീയതി, പണം ആർക്കാണ് നൽകിയത്, എത്ര തുകയാണ് നൽകിയത്, അതിൽ അവർ വൗച്ചർ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വൗച്ചർ നമ്പർ, ഇത്തരം കാര്യങ്ങൾ കണ്ടിൻജന്റ് രജിസ്റ്ററിൽ എഴുതി ചേർക്കണം. ഇനി പെർമനന്റ് അഡ്വാൻസുകളിൽ നിന്നുള്ള മുൻകൂറുകൾ, അതായത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കുള്ള റെയിൽവേ ബസ് യാത്രക്കൂലി, ക്യാമ്പിലേക്കുള്ള ഓഫീസ് എക്സ്പെൻസുകളുടെ അഡ്വാൻസുകൾ തുടങ്ങിയവ യഥാസമയം തന്നെ കണ്ടിൻജന്റ് രജിസ്റ്ററിൽ നിർദ്ദിഷ്ട കോളങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അതായത് പെർമനന്റ് അഡ്വാൻസുകളിൽ നിന്ന് മുൻകൂറായിട്ട് സ്ഥിരമായിട്ടുള്ള അവിടെ നമ്മൾ ഓഫീസ് സ്റ്റാഫിന്, ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കൊക്കെ ഉള്ള തുക, അവരെപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് യാത്ര ചെയ്യേണ്ടവരായിട്ട് പല ആവശ്യങ്ങൾക്കും പുറത്തു പോവുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക ഒക്കെ ആവശ്യങ്ങൾ നടത്തുന്നവരാണ് ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ. അപ്പോൾ അവർക്കുള്ള മുൻകൂർ, അതായത് അഡ്വാൻസ് തുകകൾ നമ്മൾ കൊടുക്കുകയും യഥാസമയം ഈ കണ്ടിൻജന്റ് രജിസ്റ്ററിൽ ചേർക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്ക് ഈ ചാപ്റ്ററിലേക്കുള്ള കണ്ടന്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ എൻ്റെ വീഡിയോസൊക്കെ തന്നെ കേട്ട് പഠിക്കുന്ന ഒരു രീതിയിലുള്ള, ഒന്നും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നില്ല, എല്ലാം കേട്ട് പഠിക്കുന്ന രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കേട്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമാകുന്നതാണ്. പിന്നെ എല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് മാത്രം. ആ രീതിയിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.